ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചതിന് ബേപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ SI അടക്കം ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ബേപ്പൂർ സ്വദേശി അനന്തു ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവാവിനെ മർദ്ദിച്ച പ്രൊബേഷൻ SI ധനീഷിനെ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റി. മർദ്ദനവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി, മനുഷ്യാവകാശ കമ്മീഷൻ, DGP, മുഖ്യമന്ത്രി എന്നിവർക്കും പരാതി നൽകുമെന്ന് അനന്തു പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. ബേപ്പൂർ ഹാർബർ റോഡിന് സമീപം അനന്തവും സുഹൃത്തുക്കളും ബൈക്കിലാണെത്തിയത്. ഒരു ബൈക്കിൽ 3 പേരുമായി യാത്ര ചെയ്ത യുവാക്കളെ പിടികൂടിയ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. സ്റ്റേഷനിലെത്തിയ അനന്തുവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി. സംഭവത്തെപ്പറ്റി അനന്തു പറയുന്നത് ഇങ്ങനെ: ട്രിപ്പിളെടുത്ത് വന്നാൽ പാടിന് ജീപ്പിൻ്റെ അടുത്ത് വന്ന് നിർത്തി. സാറ് ബാക്കിലുള്ള അവനെയും കൂട്ടി സാറ് പോയി. അപ്പം എൻ്റെ കൂടെയുള്ള ചങ്ങായി പോയി പേടിച്ചിട്ട്, ചെറിയൊരു ചെക്കനാണ്. പോയപ്പോൾ സാറ് പറഞ്ഞു ഈ ഓനെയും വിളിച്ച് വണ്ടിയായിട്ട് സ്റ്റേഷനിലേക്ക് പോവാം. പിന്നെ അത് ഞാൻ ഓനെ തപ്പി പോയി. ചെറിയ ചെക്കനെ പേടിച്ച് കരഞ്ഞിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല. സാർ എങ്ങനെയാണ് സംഭവം, ഓൻ കരഞ്ഞിട്ട് ഫോണൊന്നും എടുക്കില്ല. കാര്യങ്ങളവിടെ പോയി പറഞ്ഞപ്പോൾ സാറിനെ ഉള്ളോട് ഈ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഇന്ന റൂമിൽ ക്യാമറ ഇല്ലാത്ത റൂമാണ് സാറിൻ്റെ. സാർ അവിടെ എന്ത് എഴുതി കൊണ്ടിരിക്കുന്നു. ഇന്നെ കണ്ടാൽ പാടന്നെ ഈ അവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു ചൂടായ ഒരു മുഖത്തിൽ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പുറത്തേക്കാണോ സൈഡിലേക്കാണോ ഇങ്ങോട്ട് അറിയില്ല. പോയിട്ട് ഞാനൊരു പട്ടിക എടുത്ത് വരണമുണ്ട്. പട്ടിക എടുത്ത് വന്നിട്ട് ഫുള്ള് ഇന്നെ തലങ്ങ് വിലങ്ങ് അടിക്കുന്നു. സ്റ്റേഷൻ SI ഉൾപ്പെടെ 4 പോലീസുകാർ ചേർന്നാണ് മർദ്ദിച്ചതെന്നും ഇവർക്കെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും പിതാവ് ഷിബുവും ബന്ധുക്കളും പറഞ്ഞു. 3 പേരെ പിടിച്ചാലേ ഒരാള് എൻ്റെ വണ്ടിയിൽ. പക്ഷെ ഞാൻ അവിടെ ഈ പോയപ്പോൾ കുട്ടി തളർന്നു കിടക്കുക, അടി കിട്ടിയത് ശരീരം ഒട്ടാകെ. ഒരു പോലീസുകാരെങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്ത് വെയിലബിൾ ഒഫൻസോ നോൺ വെയിലബിൾ ഒഫൻസോ ശരി. പോലീസിന് മുഖ്യമന്ത്രി പറഞ്ഞ ക്രിമിനൽസ് കുറേ പോലീസിലുണ്ട്. കസ്റ്റഡിയിൽ എടുത്തുകാണെങ്കിൽ രക്ഷാകർത്താക്കളെ അറിയിക്കുക. ഇതിനിടെ ബൈക്കിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചു എന്ന പേരിൽ അനന്തുവിനെയും സുഹൃത്തുക്കളെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. ഇന്നലെ വരെ ഇല്ലാത്ത കേസാണ് ഇന്ന് രാവിലെ പോലീസ് രജിസ്റ്റർ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇന്നലെ രാത്രി വരെ ഒരു കേസും ഇല്ല എന്നാ പറഞ്ഞ പോലീസ്. ഞാൻ എന്നിട്ട് ആ CIനോട്, ബെന്നി എന്ന് പറഞ്ഞ CI, മാറാട് CI വന്നപ്പോൾ സാറിനോട് ചോദിച്ചു, ഒരു കേസും ഇല്ല എന്നാണ് ഓൻ്റെ പേരിൽ. ഇന്ന് അപ്പം തന്നെ ഞാൻ പറഞ്ഞു, സാർ നാളെ കഞ്ചാവ് കേസ് നിങ്ങൾ വെക്കുന്നത്, അതാ CCTV പരിശോധിച്ചാൽ അറിയാൻ. അപ്പം പറഞ്ഞു, സാർ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ അങ്ങനെ പറ്റി പേടിക്കേണ്ട. ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥന്മാർക്ക്, അതായത് ACP നമ്മളെ സിദ്ദിഖ് സാറ്, ACP DCP ഇവർക്കൊക്കെ ഞാൻ ഇതേ വീഡിയോ ഇതേ കാര്യം അയക്കാം. ഇന്ന് പറഞ്ഞേക്കണേ ഓനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത്. എന്നാൽ പോലീസ് കൈ കാണിച്ച ഉടനെ അനന്തുവിനൊപ്പം ഉണ്ടായിരുന്നയാൾ ഇറങ്ങി ഓടിയത് ലഹരിമരുന്ന് കൈവശം ഉണ്ടായിരുന്നതുകൊണ്ടാണെന്നാണ് പോലീസ് ഭാഷ്യം. മർദ്ദനം സംബന്ധിച്ച് പോലീസ് പ്രതികരിച്ചിട്ടില്ല. സംഭവം വിവാദമായതോടെ അനന്തുവിനെ മർദ്ദിച്ച SIയെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായാണ് സൂചന. ന്യൂസ് മലയാളം, കോഴിക്കോട്.